ദീപു ഗോപാൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. തുണേരി ഷിബിൻ വധക്കേസിലെ പ്രതികളെ നേരിട്ട് ഷിഹാബ് തങ്ങളുടെ കുടുംബം, പാണക്കാട് കുടുംബം, മൊയ്ൻ അലി തങ്ങൾ, യൂത്ത് ലീഗ് നേതാവ് ഒരു പറ്റം നേതാക്കന്മാരുമായി കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ വലിയ അഭിമാന പുരസ്കാരമിടുന്നു. ഇതിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്നതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിലാണ് ദീപു ഗോപാൽ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടി ചേരുന്നത് നമ്മുടെ ചർച്ചയിലേക്ക്. ദീപു ഗോപാൽ, നമസ്കാരം. അജിംഷാദ്, ഞാൻ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തില് ഈ വാർത്ത വന്നത് മുതൽ വല്ലാതെ വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ഈ ഷിബിന്റെ അച്ഛൻ എന്ന് പറയുന്ന സഖാവ് ഭാസ്കരൻ എന്ന് പറയുന്ന ഭാസ്കരേട്ടൻ, ഞങ്ങളൊക്കെ പ്രവാസ ലോകത്ത് ഒരുമിച്ച് കഴിഞ്ഞവരാണ്, ഒരുമിച്ച് അറിയാവുന്നവരാണ്. ഒരു സാധാരണ മനുഷ്യനാണ്, വെറും പാവമാണ്. അദ്ദേഹം സാമ്പത്തികമായി അത്ര ഉയർന്ന നിലയിലൊന്നുമല്ല, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അന്നത്തെ അന്നത്തിന് വേണ്ടി കഴിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ആ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ഞങ്ങൾ പ്രവാസ ലോകത്ത്, ഇങ്ങനെ മരണപ്പെട്ടു, കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നത്. അന്ന് ഞങ്ങൾ ഒരുപാട് വേദനിക്കുകയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ അദ്ദേഹം അതിന്റെ ഇടയ്ക്കായതുകൊണ്ട് തന്നെ കണ്ടില്ല, പിന്നീട് കാണാൻ സാധിച്ചു. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കൊച്ചു കുഞ്ഞിനെ, 19 വയസ്സുള്ള ഈ കൊച്ചു കുഞ്ഞിനെ ഒരു കൂട്ടം നരാധവന്മാരായ ലീഗുകാർ വെട്ടിക്കൊന്നു. ഈ വെട്ടിന്റെ എണ്ണം എത്രയാണെന്ന് ഏതെങ്കിലും ആറംബിക്കാർക്ക് അറിയുമെന്ന് നിങ്ങൾക്ക് ചോദിക്കണം. ആറംബിക്കാർക്ക് ഈ വെട്ടിന്റെ എണ്ണം എത്രയാണെന്ന് അറിയണം. ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന് കാരശ്ശേരി മുതൽ അങ്ങ് ഏതാ പിയേഴ്സൺ വരെ ഉള്ളവര് രാവിലെ നെഞ്ചത്തടിക്കുമ്പോൾ ഒരു ജഡ്ജിയും നെഞ്ചത്തടിക്കാറുണ്ട്, മുൻ ജഡ്ജി. അദ്ദേഹം നെഞ്ചത്ത് നിലവിളിക്കാറുണ്ട്. അദ്ദേഹം അടക്കമുള്ളവർ എത്ര വെട്ടുവെട്ടി എന്നുള്ളത്, ഈ കുഞ്ഞിനെ വെട്ടുവെട്ടി എന്നുള്ളത് പറയണം. അത് മാത്രമല്ല, ഈ എന്നിട്ട് എന്താണ്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോ തന്നെ ഇവരെ രക്ഷപ്പെട്ടു, ഇവരെ വെറുതെ വിട്ടു. അപ്പൊ ഈ കുട്ടി എങ്ങനെയാ കൊല ചെയ്യപ്പെട്ടത്? ഏതെങ്കിലും കത്തിയിൽ മറിഞ്ഞടിച്ച് വീണതാണോ? ഓടുന്ന വഴിക്ക് ഒരു കത്തി അവിടെ വെച്ചു, അതിലേക്ക് വീണതാണോ? എന്താണ് കോടതി പോലും അങ്ങനെ? നിങ്ങളുടെ പാർട്ടിക്കാരൊക്കെ മരിക്കുമ്പോൾ അത് ഇടിവെട്ടേറ്റും ഒക്കെയാണ്. അതെ, അല്ല, അതിന് വെട്ടിന്റെ എണ്ണം എല്ലാവർക്കും അറിയാവുന്നേ. നമ്മുടെ ഒരു 5 സഖാക്കളുടെ പേര് ഇവർക്ക് ആർക്കെങ്കിലും അറിയുമോ? അറിയില്ല. മാത്രവുമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് 50 ലക്ഷത്തോളം രൂപ ഇവർക്ക് നഷ്ടപരിഹാരമായി കൊടുത്തു. ഏതെങ്കിലും ഒരു കേസിൽ കേട്ടിട്ടുണ്ടോ അങ്ങനെ നഷ്ടപരിഹാരം? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരമായി ഇവർക്ക് കൊടുത്തു. ഈ കൊലയാളികൾക്ക് 50 ലക്ഷത്തോളം രൂപ കൊടുത്തു. അത് തീർച്ചയായും ദീപു ഗോപാൽ ഷെയർ ചെയ്തത് ശരിയാണ്. കാരണം ആ തുണേരി ഷിബിന്റെ അച്ഛനോടൊപ്പം ഗൾഫിൽ പ്രവാസ ജീവിതം നടത്തിയ ആൾ എന്ന നിലയിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ ധാർമ്മികമായ രോഷം, ഒരു കാര്യം കൂടെ പറയട്ടെ അജിംഷാദ്, ഒരു കാര്യം കൂടെ പറയാം. അതായത് എന്നിട്ട് ഇവരെ ശിക്ഷിക്കപ്പെട്ടു. ഈ സർക്കാർ അധികാരത്തിൽ വന്നു, കൃത്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു, പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. അപ്പൊ തന്നെ മനസ്സിലായി എന്തായാലും അദ്ദേഹം ഏതെങ്കിലും കത്തിയുടെ മേളിൽ വീണ് മരണപ്പെട്ടതല്ലെന്ന്. എന്നിട്ട് ഈ പറയുന്ന കോടതി ഈ പറയുന്ന 50 ലക്ഷം രൂപ തിരികെ വാങ്ങണ്ടേ? ഈ 50 ലക്ഷം രൂപയെ ഞാൻ അടക്കമുള്ള, അജിംഷാദ് അടക്കമുള്ളവരുടെ വിയർപ്പിന്റെ വിലയായ നികുതി പണമാണ്. ആ നികുതി പണം ഈ നരാധമന്മാരായ ലീഗുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വേണ്ടേ? അങ്ങനെയാണ് നമ്മൾ പാണക്കാട് കുടുംബം എന്ന് ഇവർ നിരന്തരം, ഈ മാധ്യമങ്ങൾ, ഈ രാഷ്ട്രീയക്കാർ, ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർ, മേധാവികളെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താണ്? ആത്മീയ നേതാക്കൾ എന്നാണ്, അല്ലെ? ആത്മീയ നേതാക്കൾ, അതായത് അതെ, ലീഗിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴും ഇവരെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞുകൂടാ. ഇവര് ആത്മീയ നേതാക്കളാണ്. എന്നിട്ട് ആത്മീയ നേതാവാണ് ഇവിടെ പോയി ഈ കൊലയാളികളെ കണ്ടിരിക്കുന്നത്. മതത്തിന്റെ ഏത് ബുക്കിന്റെ ഏത് വരിയിലാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് ബുക്കിന്റെ ഏത് വരിയിലാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? വളരെ ശരിയാണ് ദീപു ശങ്കർ. അത് ആ ധാർമ്മിക രോഷം, അതായത് രാഷ്ട്രീയമായി കൂടിയല്ല, അതിനകത്ത് പ്രസക്തമാകുന്നത് ഈ കൊല്ലപ്പെട്ട ഷിബിൻ എന്ന 19-കാരൻ്റെ കൗമാരക്കാരൻ്റെ പിതാവിനൊപ്പം പ്രവാസ ജീവിതം നയിച്ച ഒരു തൊഴിലാളി എന്ന അർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത. അത് പാണക്കാട് കുടുംബമാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്, അതിന് മറുപടി പറയേണ്ടത്.